സുഹൃത്തുക്കളെ, നോക്കിയയുടെ 1190 ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. നമുക്ക് സെറ്റ് ഓണാക്കുവാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 2 3 4 5 6 7 8 9 എന്ന ബട്ടൺസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്കത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാറ്ററി അയക്കുക, സെറ്റ് പൂർണ്ണമായും കഴിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കീപാഡ് എടുക്കുക, ഇതെടുക്കുക. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഈ 8 9 എന്നുള്ള ബട്ടൺസാണ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോയിൻ്റാണ് സാധാരണ റൂട്ട് കട്ടാവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു വയർ ഇട്ട് ഇതിൻ്റെ റൂട്ട് പോയിന്റിലേക്ക് റൂട്ട് കൊടുക്കണം. അത് നിങ്ങൾ കൊടുക്കേണ്ടത് ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഒരു കണക്ഷൻ ഈ പോയിന്റിലേക്കാണ് റൂട്ട് പോകുന്നത്. അപ്പോൾ ഈ പോയിന്റിലേക്ക് റൂട്ട് കൊടുക്കണം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് സോൾഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് സോൾഡിങ് ഒരു ചെറിയ കണക്ഷൻ ഇതേപോലെ കൊടുക്കുക. അതിനുശേഷം ഈ വേ പോകുന്നത്, ഇത് റൂട്ട് പോകുന്നത് ഇതേപോലെ കണക്ഷൻ ഇതിൻ്റെ റോഡിലേക്ക് കൊടുക്കുക. LED പോയിന്റ് വഴി പുറത്തേക്ക് എത്തിക്കുക. ഇതിൻ്റെ റൂട്ട് പോകുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ്. അതായത് സ്റ്റോപ്പ് ഹലോ, ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന കാണുന്നല്ലേ ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ഇവിടെ നമുക്ക് സോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ കോട്ടിങ്ങുള്ള വയർ തട്ട മാത്രം കുറച്ച് ചുരുണ്ടി കളഞ്ഞ് അവിടെ ഇങ്ങനെ ഇതേപോലെ ഒരു സെല്ലോ ടാപ്പോ മറ്റോ ഒട്ടിച്ച് അവിടെ വെക്കുക. ഇതേപോലെ ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഇതേപോലെ പാക്ക് ചെയ്യാം. ദെൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ഇതിൽ നോക്കുന്നു. നമ്മളെ ആദ്യത്തെ പ്രശ്നം ഈ 9 ഞങ്ങാത്താണ്. നമ്മൾ നോക്കാം, 9 8 ഞങ്ങാത്തത്. ഓക്കെ, ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്.